നാവികൻ നീ ഫവാത്തിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടിന്നും പുരൾ ഒരുങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്യവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇവിടെ ഇപ്പോ 3 വീടുകളാണ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് 10, 15, 20 വർഷം മുമ്പ് തന്നെ ഈ 3 എന്നുള്ളത് അദ്ദേഹം നേരത്തെ കരുതിക്കൂട്ടി വെച്ചിരുന്നു. അതിന്റെ ഒരു ചുവട് വെച്ചാണ് ഇവിടെ ഈ 3 വീടുകളും 3 മതസ്ഥർക്കായി അദ്ദേഹം കൊടുക്കുന്നത്. വിളിച്ച മുഴുവൻ ആൾക്കാരും ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. മുഴുവൻ ആളുകളും വന്നു, ഗസ്റ്റുകൾ, നമ്മൾ വിളിച്ചിട്ടുള്ള മുഴുവൻ ചീഫ് ഗസ്റ്റുകളും ഇവിടെ എത്തി. വളരെ സന്തോഷം. സൗഹാർദ്ദ സമ്മേളനവും അതിന്റെ ഈ കർമ്മങ്ങൾക്കും എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മറ്റും എല്ലാ ഭാവങ്ങളും നേരിടാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇപ്പോൾ സാക്ഷികളായത്. നാം എല്ലാവരും മനുഷ്യരാണെന്നും നാം എല്ലാവരും സ്നേഹത്തിൽ ഒന്നിക്കേണ്ടതാണെന്നും നാം എല്ലാവരും ഒരേ ലക്ഷ്യത്തോടുകൂടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണെന്നുള്ള വലിയ സന്ദേശം വിളിച്ചോണ്ടുന്നു. ഒരു നന്മയ്ക്ക് വലിയ മാതൃക നൽകിയ ബഹുമാനപ്പെട്ട KN പ്രസാദേട്ടനെയും കുടുംബത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് ഈ 3 ഭവനങ്ങൾ ലഭിച്ച 3 വ്യത്യസ്തരായ ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവർക്ക് എല്ലാവിധ ആശംസയും നൽകുന്നു. ഇന്ന് മതത്തിന്റെ പേരില്, വർഗത്തിന്റെ പേരില്, വർണ്ണത്തിന്റെ പേരില് മനുഷ്യർ തമ്മിലടിക്കുമ്പോൾ ആ തമ്മിലടിക്കുന്ന മനസ്സുകളെ തമ്മിൽ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു നല്ല മനസ്സാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയുള്ള ഈ മഹത്തായ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും കൈതാർഹമായ എല്ലാ നന്ദിയും കടപ്പാടുകളും രേഖപ്പെടുത്തുന്നതോടൊപ്പം പ്രസാദേട്ടന്റെ ഈ സുന്ദരമായ പ്രവർത്തനങ്ങളെ നമ്മൾ മാതൃകയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തീർച്ചയായും ഇതൊരു മാതൃകയാണ്. ഇതുപോലൊരു മീറ്റിംഗ് വെച്ച് നടത്തുന്നു എന്ന് പറയുന്നത് ആളുകളെ, നമ്മുടെ നാട്ടിലുള്ള ആളുകളെ മാത്രമല്ല, കേരള സംസ്ഥാനത്ത്, ഇന്ത്യ രാജ്യത്തൊക്കെയുള്ള മുഴുവൻ സമൂഹത്തിലെ ആളുകളെയും അവരുടെ കണ്ണു തുറപ്പിക്കുന്ന, എങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറേണ്ടതെന്ന് കാണിച്ചു തരുന്ന ഒരു സംഗതി കൂടിയാണ് ഇന്നിവിടെ നടന്നത്. ഈ 3 ഭവനങ്ങൾ കൈമാറുക എന്നുള്ളത് തീർച്ചയായും
അടിമാലിയുടെ ആദരം ഏറ്റുവാങ്ങി ഇനിയും കൂടുതൽ ആളുകളെ സഹായിക്കാൻ പ്രസാദിന് കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് അവരെല്ലാവരെയും ഈ അഭിനന്ദനത്തിന് അർഹരാക്കുകയാണ്. മനോഹരമായ 3 വീടുകൾ പണിത് 3 വ്യത്യസ്ത വിഭാഗങ്ങളിലെ ആളുകൾക്ക് പണിത് കൊടുക്കുവാൻ കാണിച്ച ആ വിശാല മനസ്സിനെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ പ്രസാദേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർമാർക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന തൊഴിലാളികൾക്കൊക്കെ ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശാന്തിഗിരി മഹേശ്വരൻ്റെയും ജഗദീശ്വരൻ്റെയും എല്ലാം അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും ഈ ഭവനത്തിലേക്ക് കിടക്കുന്ന 3 കുടുംബാംഗങ്ങൾക്കും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. അവർ നാളെ ഒരു കഷ്ടപ്പാടും അനുഭവിക്കരുത് എന്ന് കരുതി ആ മനസ്സോടുകൂടി പൂർണ്ണമായ ഒരു ദാനം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണോ അതൊരു കണക്ക് വയ്ക്കാതെ, ഇത്ര രൂപ നിനക്ക് എന്ന് പറഞ്ഞൊരു കണക്ക് വയ്ക്കാതെ ഒരു ദാനശീലനായ കർണന്റെ മനസ്സോടുകൂടി പൂർണ്ണമായി അവർക്ക് വസ്തുവും വീടും ഉൾപ്പെടെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന ആ പ്രവൃത്തി ചെയ്ത പ്രസാദേട്ടനെ നമിക്കാതെ നിവർത്തിയില്ല. അദ്ദേഹത്തിന് സ്നേഹത്തോടു കൂടി ഒരിക്കലും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ഗുരുദേവ വാക്യത്തെ അന്വർത്ഥമാക്കി അടിമാലിയുടെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതി ചേർക്കേണ്ട ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തത്തിന് വേദിയാക്കി മാറ്റിയ പ്രിയപ്പെട്ട പ്രസാദിയാണ്. ഒരു സൈഡിൽ ഷാജി ജോസും ഒരു സൈഡിൽ CI അബ്ദുൽ സമദ് എന്ന് പറയുന്ന സമിതിക്കായും തുടക്കം മുതലേ അങ്ങനെയാണ്. ഒരു ജാതിയുടെയും മതത്തിന്റെയും സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളെ ഷെയറുകാരനാക്കുവാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഏതൊരു പ്രയാണത്തിലും വേറെ ആളുകളെ കൂട്ടുവാനോ കൂടെ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കുവാനോ ഒരിക്കലും തീരുമാനിക്കാത്ത അത്ര നല്ല ഏറ്റവും നല്ല മഹത്തായ വലിപ്പമുള്ള മനസ്സിന്റെ ഉടമ ആ പ്രിയപ്പെട്ട സ്നേഹിതൻ, അവരോടൊപ്പം നിൽക്കുന്ന ആ ചേച്ചി, കുടുംബാംഗങ്ങൾ, ഞങ്ങൾ എല്ലാവരും ടിംബർ മർച്ചന്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാകും. എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ആ നാട്ടിൽ വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമുട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ 100 ഉണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. എന്റെ പടച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാർന്നു, അത് വെറുമൊരു കനവാർന്നു. ഞാൻ വിചാരിച്ചേ ആ നാടിന് തിരിച്ചു വരില്ലെന്നാണ്. പക്ഷെ ഇന്നെനിക്ക് തോന്നുന്നു ആ നാട് തിരിച്ചു വരും. വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിന്റെ കൈകളിൽ എടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികളായി പടർന്നു വന്നിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നത്തെ ഈ ചടങ്ങിൽ എൻ്റെ തൊട്ട് അയൽവാസിയാണ് പ്രസാദിയേട്ടനെങ്കിലും പ്രസാദിയേട്ടനെ കുറിച്ച് അടിമാലിക്കാർ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ശ്രീ നാസർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. അവരവൻ ആത്മസ്വഭത്തിനായി ആചരിക്കുന്ന അവരുടെ ആത്മസ്വഭത്തിനായി വരണം എന്ന ഗുരുദേവന്റെ വാക്കുകളെ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിച്ച പ്രസാദിയേട്ടനും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഈ പരിപാടി നടക്കുമ്പോൾ ഈ വീടുകൾ കിട്ടിയ ആളുകൾ, ആ കുട്ടികൾ, അവരുടെ എല്ലാം ഒരു സന്തോഷം ഞങ്ങളുടെ പുറകിൽ നിന്ന് പോലും കാണുകയായിരുന്നു.
ഒരു നിറഞ്ഞ മനസ്സോടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഈ വേദിയിലുള്ളവരെയും സദസ്സിലുള്ളവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയും നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മൊട്ടക്കുന്ന് ഇതുപോലെ 3 ഭവനങ്ങളാക്കി മാറ്റുന്നാൽ ഇതിൻ്റെ പിന്നിലെ ചാലകശക്തി പ്രസാദ് ചേട്ടനാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് തൊഴിലാളികളുണ്ട്. അത് കൽപ്പണിക്കാരുണ്ട്, സിമൻറ്റ് പണിക്കാരുണ്ട്, ആശാരിമാരുണ്ട്, കോൺട്രാക്ടർമാരുണ്ട്, ഇലക്ട്രീഷ്യന്മാരുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രസാദ് ചേട്ടൻ്റെ ജീവനക്കാർ, ഞങ്ങളുടെ ലോറി തൊഴിലാളികളാണെങ്കിലും മറ്റ് തൊഴിലാളികളാണെങ്കിലും അവരും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരുടെ എല്ലാം ആത്മാർത്ഥമായ മനസ്സ വാച കർമ്മണ ഉള്ള പ്രവർത്തനങ്ങൾ ഈ പരിപാടി ധന്യമാക്കാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ നന്മ മരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി.